എന്തായി കാണിക്കുന്നേ? കാണിക്കാൻ പോണേ ഉള്ളൂ. ഇതിനൊരു നാണമില്ലേ? ശരീരത്തിന്റെ മുൻവശം കണ്ടിട്ട് ഗായത്രി ആണെന്ന് തോന്നണേ. I'm sweating, guys. I'm sweating. ഇൻസ്റ്റാഗ്രാമിലെ സബ്സ്ക്രിപ്ഷൻ ഉള്ളിൽ അത്യാവശ്യം ശരീരം എക്സ്പോസ്ഡ് ആക്കിക്കൊണ്ട് ഹൻസിക ചെയ്തൊരു വീഡിയോ. എനിക്കിനി കൺട്രോൾ ചെയ്യാൻ വയ്യ. കുറച്ച് ഡീസന്റ് ആയിട്ട് അടക്കൊതുക്കായിട്ടൊക്കെ നടക്ക്, ഇട്ട് കുലുക്കല്ലേ. ഒരു വീഡിയോ ലീക്ക് ആയതിന് പിന്നാലെ ഹൻസികയുടെ സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ വേണ്ടി ജനം തിക്കും തിരക്കും കൂട്ടുന്നു. സോഷ്യൽ മീഡിയയുടെ അമിത ഉപയോഗം നിയന്ത്രിക്കണമെന്ന് താൻ മക്കളോട് ഇടയ്ക്കിടെ ഉപദേശിക്കാറുണ്ടെന്നൊക്കെ കൃഷ്ണകുമാർ പണ്ടൊരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായി. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ. മുതലാളി മറന്നുപോയതാ. കൂൾ ഡാഡി എന്നാണ് പറയാറ്. ഇപ്പൊ പൊതുവിൽ യൂസ് ചെയ്യുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ, തന്ത വൈബ് അല്ല വൈബ് തന്നാന്ന് പറഞ്ഞു. ഞാൻ ഈ പത്രക്കാരെ കൊണ്ട് തോറ്റു. ഞാൻ എന്ത് ചെയ്യാണെന്ന് നോക്കി നടക്കുക. അവന്മാര് പത്രത്തിലിടാൻ. ഇപ്പൊ സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, whatever it is, ഓവർ യൂസ് അപകടം തന്നെയാണ്. അപ്പൊ ഇതെല്ലാം നിയന്ത്രിക്കുക. അതെ, നിയന്ത്രിച്ച് ഒടുവിൽ മകൾ സോഷ്യൽ മീഡിയയിൽ പോയി തുണയിച്ചിടുന്നത് വരെ എത്തിയ കാര്യങ്ങൾ. ദിയാകൃഷ്ണ ആണെങ്കിൽ ഫാമിലി വ്ലോഗ് ചെയ്ത് പ്രസവം വരെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. ഹൻസിക ആണെങ്കിലോ ഇപ്പൊ അത് എങ്ങനെയുമായി. വല്ലാത്തൊരവസ്ഥ തന്നെ. പറ്റിയത് പറ്റി. ഇനിയിപ്പോ എന്ത് ചെയ്യും? കക്കാൻ പഠിച്ചാൽ നിൽക്കാൻ പഠിക്കണം. സബ്സ്ക്രിപ്ഷൻ എണ്ണം കൂട്ടുക, ബാങ്ക് ബാലൻസ് വർദ്ധിപ്പിക്കുക, ഇത് തന്നെയാണ് ഇവിടുത്തെ ലക്ഷ്യമെന്ന് പറയുന്നത്. മാർഗം എനിക്ക് പ്രശ്നമല്ല, ലക്ഷ്യമാണ് എന്റെ ഉന്നം.